പബ്ലിസിറ്റി കമ്മിറ്റിയും മാനിഫെസ്റ്റോ കമ്മിറ്റിയും ഒക്കെ അനൗൺസ് ചെയ്യുന്നതാണ്. സാധാരണ അത് ഡൽഹിയിൽ നിന്നാണ് അനൗൺസ് ചെയ്യുന്നത്. അവരെല്ലാം അതിൻ്റെ അകത്ത് ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്, ശ്രീ ശശി തരൂരുണ്ട്, ശ്രീ ബെന്നി ബെഹനാനുണ്ട്, ശ്രീ കൊടിക്കുന്ന് സുരേഷുണ്ട്. അവരെല്ലാം ഇവിടെ പ്രചരണ രംഗത്ത് വളരെ സജീവമായി രംഗത്ത് നിൽക്കുന്ന ആളുകളാണ്. ശ്രീ ശശി തരൂർ ഉൾപ്പെടെ എല്ലാ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലും ഉണ്ടാവും. രമേശ് ചെന്നിത്തല എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്ന ആളാണ്. ലീഡർഷിപ്പ് എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങൾ നിരന്തരമായി സംസാരിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വളരെ ഒരു വലിയ ടീം വർക്കാണ് UDF-ൻ്റെ ചെയ്യുന്നത്. UDF-ലെ ഘടകകക്ഷികളും എല്ലാവരും ചേർന്നിട്ടുള്ളൊരു നല്ല ക്യാമ്പയിൻ ഉണ്ടാവും. നിങ്ങൾ ജാഥയൊക്കെ കണ്ടതല്ലേ 2 ദിവസം എങ്ങനെയായിരുന്നു ജാഥയെന്ന്. ഇതിന് മുമ്പുള്ള ജാഥകളും ഇതിന് മുമ്പ് കടന്നുപോയ ജാഥയും യാത്രയും ഇപ്പോഴത്തെ യാത്രയൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നതല്ലേ. എന്താണ് അതിൻ്റെ അകത്തെ ജനപങ്കാളിത്തമെന്നും എന്താണ് ഞങ്ങൾ കൊടുക്കുന്ന മെസ്സേജെന്നും ഇതുവരെ കൊടുക്കാത്ത രാഷ്ട്രീയ യാത്രകളിൽ കൊടുക്കാത്ത മെസ്സേജാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കൺവെൻഷനലായി പരമ്പരാഗതമായി ചെയ്തു വരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഭാവി കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യാത്രയാണ്. വളരെ പോസിറ്റീവായിട്ടാണ്, കൺസ്ട്രക്റ്റീവായിട്ടാണ്. രാഷ്ട്രീയം പറയില്ല എന്നല്ല, രാഷ്ട്രീയ ആവശ്യത്തിന് പറയും. പക്ഷേ രാഷ്ട്രീയത്തെക്കാളേറെ ഭാവി തലമുറയെക്കുറിച്ചും ഭാവി കേരളത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട, ഒരു സോഷ്യൽ അജണ്ട തന്നെ മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. എനിക്കതിൽ വലിയ അഭിമാനമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ ഈ കാറ്റലിസ്റ്റ് എന്ന സംരംഭത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അല്ല, അവരൊരു സ്വകാര്യ സംരംഭമല്ലേ, കുട്ടികൾക്ക് കോഴ്സുകളൊക്കെ തുടങ്ങി. അവർക്ക് ഞാനവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പുതിയ കോഴ്സുകൾ അവരെ ആരംഭിക്കുന്നുണ്ട്. നമുക്ക് പുതിയ പ്രോഗ്രാമുകളാണ് വേണ്ടത്. കുട്ടികളൊക്കെ അധികം വിദേശത്തേക്കൊക്കെ പോവാതെ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കാതെ ഇവിടെ തന്നെ നല്ല കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയും. അവരെ കൊണ്ടെല്ലാം ന്യൂ ജെൻ കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ഒരു സ്ഥാപനമാണ്. അത്തരം സ്ഥാപനങ്ങളെ കൂടി പ്രോത്സാഹിപ്പിക്കണം. നാളെ ഗവൺമെൻറ്റിനെ കൊണ്ട് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രമാത്രം മാറ്റങ്ങളാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത് വന്നത്. അതൊന്നുമല്ല, പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യട്ടെ. ഒരു പ്രാവശ്യമൊക്കെ ആണ് UDF ഭരണകാലത്ത് പാഠപുസ്തകത്തിൻ്റെ ഒരു ഡിലേ വന്നത്. അത് അതിൻ്റെ ഓർഡർ കൊടുക്കുന്നത് സംഭവമായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. പിന്നെ അത് ഊതി വീർപ്പിച്ച് UDF ഭരിച്ച 5 കൊല്ലവും ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് പഠിച്ചതെന്നൊക്കെ അതൊക്കെ പ്രചരണത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഒരു പ്രാവശ്യം വൈകി. ഞാനന്ന് UDF MLA ആയിരുന്നപ്പോൾ അതിനെ വിമർശിച്ച ആളാണ്. ഒരു പ്രാവശ്യം വൈകി. സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് വൈകിയത്. അതിനു മുമ്പ് LDF ഭരിച്ച കാലത്തൊക്കെ വൈകിയിട്ടുണ്ട്. സമയത്ത് പുസ്തകം കൊടുക്കുന്ന നല്ല കാര്യം. പക്ഷേ ഈ പാഠപുസ്തകങ്ങളുടെ കരിക്കുലം ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത് ഈ ഗവൺമെൻറ്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിലെല്ലാം ഭയങ്കര പരാജയമാണ്. പുസ്തകം അടിച്ചു കൊടുത്താൽ പോരല്ലോ, കാലത്തിനനുസരിച്ചുള്ള മാറ്റം പാഠപുസ്തകത്തിൽ വരുത്തണ്ടേ. സിലബസിൻ്റെ കരിക്കുലം ഒക്കെ ഫ്രെയിം ചെയ്യുന്നതിൽ ദയനീയമായ പരാജയമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലുണ്ടായിരിക്കുന്നത്. പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. അത് വലിയ കംപ്ലൈൻ്റ് ആണുള്ളത്. അത് പണ്ട് മുതലേ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകം പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് ക്രെഡിറ്റായിട്ട് എടുക്കണ്ട. കൊടുത്താൽ നല്ല കാര്യം, ഞാനതിനെ വിമർശിക്കുകയൊന്നുമില്ല. ഞങ്ങൾ അതിനെ എല്ലാത്തിനെയും സ്വാഗതം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് SNDP NSSും കൂടി ചേരാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ച് ഞാനതിനെ എതിർക്കുമെന്ന്. ഞാൻ ആര് യോജിക്കുകയില്ല. ഭാരത് ജോഡോ യാത്ര നടത്തിയ, ഭാരതം ഒന്നിക്കണമെന്ന് പറഞ്ഞ് യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിയുടെ അനുയായികളാണ് ഞങ്ങൾ. എല്ലാവരും ഒന്നിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാ സ്ഥലത്തും ആ ഒന്നിക്കലാണ് വേണ്ടത്, ഭിന്നിപ്പല്ല വേണ്ടത്. ഭിന്നിപ്പിനെയാണ് നമ്മൾ ഭയത്തോടു കൂടി നോക്കേണ്ടത്. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. മലബാറിൽ, കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവും. മലബാറിൽ അടക്കം ആ രാഷ്ട്രീയ മാറ്റം പ്രതിഫലിക്കും. അതിൻ്റെ അകത്തൊന്നും ഏത് കാര്യങ്ങൾ എല്ലാവരും കൂടി ചേരുന്നത് നല്ലതാണ് എന്നുള്ള അഭിപ്രായമാണ്. പരസ്പരം അനാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം നഷ്ടപ്പെടുകയാണ്. ഞാൻ പോലും അതിൽ പങ്കാളിയാണ്. ചിലപ്പോൾ എനിക്ക് പോലും കുറ്റബോധം തോന്നാറുണ്ട്. അനാവശ്യമായ കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് നമ്മുടെ ക്വാളിറ്റി ടൈം നഷ്ടപ്പെടുത്താതെ ഇനിയുള്ള സമയം നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അത്തരം ചർച്ചകൾ വരട്ടെ, അത് നമ്മളതിനെ സ്വാഗതം ചെയ്യാം. ഞാനത് പരിശോധിച്ചിട്ടില്ല. ഞാനത് പരിശോധിച്ചിട്ട് അഭിപ്രായം പറയാം. ഞാനത് ശ്രദ്ധിച്ചില്ല. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. ഞാനത് പറയാനുള്ള ആളല്ല. രാവിലെ കുത്തിത്തിരിപ്പ് ചോദ്യോടെ ഇറങ്ങിയേക്കാണ്. രാവിലെ
എനിക്ക് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേ അറിയാം ഒരു കുത്തിത്തിരിപ്പ് ചോദ്യം വരുമെന്ന്. പറ്റിയ ആളാണ്.